Good morning, students. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. What is the general solution of the differential equation e raised to y dash is equal to x? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ട് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതാണ് e raised to y dash is equal to x. e raised to y dash is equal to x. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈയുടെ മുകളിൽ ഇരിക്കുന്ന y dash നമുക്ക് താഴേക്ക് കൊണ്ടുവരണം. അതിന് എന്ത് ചെയ്യണം? ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ലോഗരിതം എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലോഗ് e raised to y dash is equal to log x. That is log a raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? l log a ആണ് അല്ലേ? log a raised to n എന്ന് പറഞ്ഞാൽ l log a. By using that result we can write it as y dash log e എത്രയാണ്? 1 ആണ്. y dash is equal to log x. That is y dash എന്ന് പറഞ്ഞാൽ എന്താണ്? dy by dx is equal to log x. That is dy is equal to log x into dx. That is variable separate form. I integrate here. Integral of dy is equal to integral of log x dx. That is integral of dy എന്ന് പറഞ്ഞാൽ എന്താണ്? y. That is equal to integral of log x നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. integral log x നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? log x ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം, 1 നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? integral of log x into 1 dx. log x taken as first. logarithmic function എപ്പോഴും ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക, 1 നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുക. എന്നിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുക. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ log x into 1 into ഇന്റഗ്രൽ എന്താണ്? x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് log x എന്താണ്? 1 by x into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ്? dx. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x log x മൈനസ് ഈ x കട്ട് ചെയ്തു പോകും, ബാക്കി ഇവിടെ 1 ഉണ്ട്. 1 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x പ്ലസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? y to x log x minus x plus. ഓപ്ഷൻ ഏതാണ് ശരി? കറക്റ്റ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. x log x minus x plus. ഈ ടൈപ്പ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് ഇവിടെ e raised to y dash is equal to x എന്നാണ്. e raised to y dash is equal to x എന്ന് വന്നു കഴിഞ്ഞാൽ ആ y dash എന്ന dy by dx താഴോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത്. രണ്ട് വശത്തും ലോഗരിതം എടുത്തു. രണ്ട് വശത്തും ലോഗരിതം നമ്മൾ എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് y dash is equal to നമുക്ക് y dash is equal log x എന്ന് കിട്ടും. log e യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ y dash is equal log x വരും. ഇനി അതിനെ നമ്മൾ y dash എന്നുള്ള dy by dx ആണ്. dy by dx equal to log x എന്ന് എഴുതി. അപ്പോൾ dy is equal to log x dx. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറേറ്റ് ഫോം ആയി. രണ്ട് വശത്തും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ dy ഇന്റഗ്രൽ log x dx. റൈറ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് log x ന്റെ ഓർഡർ 1 ചേർക്കാം. log x into 1 എന്ന് പറഞ്ഞാൽ log x തന്നെയാണ്. എന്നിട്ട് log x ഫസ്റ്റ് ഫംഗ്ഷനും 1 സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുക. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? log x ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ log x ഇൻറ്റു ഡെറിവേറ്റീവ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് 1 ന്റെ ഇന്റഗ്രൽ എന്താണ്? x മൈനസ് ഇന്റഗ്രൽ ഓഫ് log x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 by x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ x കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇന്റഗ്രൽ ഓഫ് 1 എന്താണ്? x ആണ് പ്ലസ് c. therefore final answer will be x log x minus x plus c. എഴുതിയെടുത്തോട്ടെ എല്ലാവരും. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണെന്ന് പറയണം. അടുത്ത ക്വസ്റ്റ്യൻ the graph drawn below depicts ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. എൻ്റെ ആ ഗ്രാഫിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത് y is equal to sin inverse x,
ബി. ഓപ്ഷൻ ബി പറയുന്നത് y is equal to cos inverse x. ഓപ്ഷൻ സി പറയുന്നത് y is equal to cosec inverse x. ഓപ്ഷൻ ഡി y is equal to cot inverse x. ഏത് ഗ്രാഫ് ആണെന്ന് പറയാം. അത് ഗ്രാഫ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ആക്സിസ് എടുത്തിട്ടുണ്ട്, y ആക്സിസ്, y ആക്സിസ് ആണ് എക്സ് ആക്സിസ്. നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ഇവിടെ -1, ഇവിടെ നമുക്ക് പ്ലസ്. ഗ്രാഫ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് π/4, ഇവിടെ π/2, അടുത്ത് 3π/4, 3π/4, then π. ഇങ്ങനെയാണ്. എന്നിട്ട് ഗ്രാഫ് വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ -1 വരെ ഇങ്ങനെയാണ് ഗ്രാഫ് വന്നത്. ഈ ഗ്രാഫ് ഏത് ഗ്രാഫാന്ന് പറയാം. ഇവിടെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. y equal to sin inverse x, y equal to cos inverse x, y equal to cosec inverse x, y equal to cot inverse x. ഇവിടെ നമ്മൾ ഡൊമൈൻ -1 to +1 ആണ്. -1 to +1 ആവുമ്പോൾ ഇവിടെ -1 വരെ നമുക്ക് വരുന്നത് ഇവിടെ π. അതുപോലെ +1 വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അടുത്ത π ഇവിടെ വരും. അപ്പോൾ -1 +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഫങ്ഷൻസ്, ഏത് ഫങ്ഷൻ? ഫങ്ഷൻസ് y is equal to cos inverse x വരുമ്പോൾ, y is equal to cos inverse x വരുമ്പോൾ അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -1, ക്ലോസ്ഡ് ഇന്റർവൽ -1. then റേഞ്ചിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 0 π, ക്ലോസ്ഡ് ഇന്റർവൽ 0 π. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് 0 ആണ്. ഇവിടെ നമുക്ക് 0 ആണ്. ഇപ്പോൾ -1 to +1 ആണ് ഡൊമൈൻ. then റേഞ്ച് വരുന്നത് എത്രയാണ്? ഇവിടെ 0 to π. കണ്ടോ? ലോവർ ലിമിറ്റ് 0 to π. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ π. ഈ ഫംഗ്ഷൻ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ -1 മുതൽ +1 വരെ ഇത് ഇവിടെ വരുന്നത് നമുക്ക് ഇവിടെ π മാക്സിമം ഇവിടെ π വരെ കയറും. പിന്നെ ഇവിടെ വരുന്നതാണ് 0. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി is the correct answer. y is equal to cos inverse x ന്റെ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. y equal to cos inverse x. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിലെ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ റേഞ്ച് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നിങ്ങൾ ഓർത്തിരിക്കണം. അതിൽ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ -1 1. അവിടെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to +π/2 ആണ്. ഇവിടെ കോസ് ഇൻവേഴ്സ് എക്സിന്റെ നമ്മൾ പറഞ്ഞപ്പോ, അതുപോലെ കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ ആണെങ്കിൽ r minus open interval -1 1, then -π/2 to π/2 ആണ്, -0. -π/2 to π/2 -0 ആണ്. sec inverse x ന്റെ ആണെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നത് r minus open interval -1 to 1, then range എന്ന് പറയുന്നത് എന്താണ്? 0 π minus close interval 0 π minus π/2. അതുപോലെ തന്നെ tan inverse x ന്റെ ആണെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ -π/2 to π/2 ആണ്. അത് കോട്ട് ഇൻവേഴ്സ് x ന്റെ ആണെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ 0 π. ഇതാണ് ഇതിന്റെ ഇത് വരുന്നത്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടുത്തെ കോസ് ഇൻവേഴ്സ് x ന്റെ ഗ്രാഫ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കോസ് ഇൻവേഴ്സ് x ന്റെ ഡൊമൈൻ എന്താണ്? -1 to +1 ഡൊമൈൻ. ഇതിന്റെ റേഞ്ച് എന്താണ്? 0 to π. Therefore, option B is the correct answer. എല്ലാവരും നോട്ട് ചെയ്തു.